ഇന്ന് നമുക്ക് മാത്യൂസ് കേക്ക് ഉണ്ടാക്കി നോക്കാം. ഈ കേക്കിനെ പറ്റി കേട്ടിട്ടില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും എവിടെ നോക്കിയാലും ഇപ്പോൾ മാത്യൂസ് കേക്ക് മാത്രമേ ഉള്ളൂ. കണ്ട ഉടനെ തന്നെ കഴിക്കാൻ തോന്നുന്ന എന്തോ ഒരു പ്രത്യേകത ഈ കേക്കിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ബേക്കർ പോലും അല്ലാത്ത ഞാനിത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഇത് ഒരു പെർഫെക്റ്റ് റെസിപ്പി ഒന്നുമല്ല, ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ബേക്കിംഗ് ടൂൾസോ ഒന്നുമില്ല, എല്ലാം സ്ക്രാച്ചിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ബിക്കോസ് എനിക്കിത് കഴിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടമായി. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. കുറച്ച് മൈദ, കുറച്ച് കൊക്കോ പൗഡർ, ഇച്ചിരി ബേക്കിംഗ് പൗഡർ ആൻഡ് പിഞ്ച് ഓഫ് സോൾട്ട്. ഇത്രയാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇത് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ബട്ടർ എടുക്കുക, അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിക്കുക, പിന്നെ ഒരു മുട്ടയും നമുക്ക് ആവശ്യമുള്ള ഷുഗറും ചേർക്കുക. ദെൻ കുറച്ച് വാം വാട്ടർ എടുത്തിട്ട് കുറച്ച് കോഫി പൗഡർ മിക്സ് ചെയ്തതിനു ശേഷം അതും കൂടെ ചേർത്ത് നല്ലവണ്ണം വിസ്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും വെറ്റ് ഇൻഗ്രീഡിയൻറ്റും കൂടെ മിക്സ് ചെയ്യാം. സോ കുറച്ച് ഫ്ലോർ നമ്മുടെ ബട്ടർ മിക്സറിലോട്ട് ആഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. നമുക്ക് ആദ്യം ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു തിക്ക് ബാറ്ററാവും കിട്ടുക. അതിലേക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ച് നമ്മൾ ലൂസൺ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. സോ നിങ്ങൾക്ക് അവനുണ്ടെങ്കിൽ അവൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിലായാലും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് ഈ കേക്കിനെ ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഈ കേക്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ഐസിങ്. ഇതിൻ്റെ ഐസിങ്ങിന് നമ്മൾ ക്രീമുള്ള യൂസ് ചെയ്യുന്നത് ബട്ടറാണ്. ബട്ടറും ഐസിങ് ഷുഗറും ദെൻ കുറച്ച് വനില എസൻസും കൂടെ നല്ലോണം വിസ്ക് ചെയ്തെടുത്താൽ നമുക്ക് ഇതിൻ്റെ ഐസിങ് കിട്ടും. പിന്നെന്താ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ കേക്കിൻ്റെ പുറത്ത് ഈ ഐസിങ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ കേക്കിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നോർമലി മാത്യൂസ് കേക്ക് സിംഗിൾ ആയിട്ടായിരിക്കുക, അതിൽ ലെയേഴ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാൻ കുറച്ചുകൂടെ എനിക്ക് ക്രീം വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കേക്കിനെ രണ്ടായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഫ്രോസ്റ്റിംഗ് അപ്ലൈ ചെയ്തു. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞ പോലെ ടൂൾസ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്തത്. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ആൻഡ് ഭയങ്കര ടേസ്റ്റാണ്. കേക്ക് സൂപ്പറാണ്, നല്ല സോഫ്റ്റാണ്. ഞാൻ ഇത്രയും സോഫ്റ്റ് കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഐസിങ് ഈസ് സംതിങ് റിയലി ഗുഡ്. അത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.